സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച. ലൂക്ക 9:18 മുതൽ 22 വരെ വാക്യങ്ങൾ. നസ്രത്തിലെ യേശുവിൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയും കുറിച്ചുള്ള ഒരു അമേരിക്കൻ ക്രിസ്ത്യൻ ചരിത്ര നാടക ടെലിവിഷൻ പരമ്പരയാണ് ദ ചോസൺ. 1-ാം നൂറ്റാണ്ടിലെ യഹൂദയിലും ഗലീലയിലും യേശു നടന്ന അവനെ കണ്ടുമുട്ടിയവരെയും അവനെ അനുഗമിച്ചവരെയും കേന്ദ്രീകരിച്ചുള്ള ഒരു സീരിയലാണിത്. കടക്കണിയിൽ കഴിയുന്ന ഒരു കരിസ്മാറ്റിക് മത്സ്യത്തൊഴിലാളി, പിശാചുക്കളോട് മല്ലിടുന്ന അസ്വസ്ഥയായ ഒരു സ്ത്രീ, പ്രതിഭാധനായ ഒരു അക്കൗണ്ടൻറ്റ് തൻ്റെ കുടുംബത്തിൽ നിന്നും ആളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ചോസൻ്റെ ആദ്യ സീസണിൽ യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയും ലോകത്തെ മാറ്റിമറിക്കാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഇവരിൽ ഓരോന്നിലും നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ അവർ ഓരോരുത്തരും എങ്ങനെ യേശുവിനെ കാണുന്നു എന്നതാണ് ദ ചോസൺ 1-ാം സീസണിലെ പ്രമേയം. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ക്രൗഡ് ഫണ്ട് TV സീരീസ് ആയിട്ടാണ് ദ ചോസൺ അറിയപ്പെടുന്നത്. 2022 ഒരു കണക്ക് പ്രകാരം 108 ദശലക്ഷം ആളുകൾ ആപ്പിലൂടെയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെയും ഈ ഷോയുടെ ഒരു ഭാഗമെങ്കിലും കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വായനയിൽ യേശു ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്? വ്യക്തമായും യേശു ശിഷ്യന്മാരിൽ നിന്ന് ചില പ്രതികരണങ്ങൾ ആഗ്രഹിച്ചു. മറുപടിയായി അവർ പറഞ്ഞു, ചിലർ പറയുന്നു നീ സ്നാപക യോഹന്നാനാണ് എന്ന്. മറ്റു ചിലർ താങ്കൾ ഏലിയാസ് ആണെന്നും അല്ലെങ്കിൽ പുരാതന പ്രവാചകനിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റതാണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസാണ് അതിനുത്തരം പറഞ്ഞത്, ദൈവത്തിൻ്റെ ക്രിസ്തു. ക്രിസ്തു എന്നത് ഒരു കുടുംബനാമമല്ല, അഭിഷിക്തൻ എന്ന അർത്ഥമുള്ള ഒരു തലക്കെട്ടാണിത്. പഴയ നിയമത്തിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന മിശിഹ. അവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ വീണ്ടെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവനായതിനാൽ യേശു സമാനതകളില്ലാത്തവനാണ്. അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ വന്ന മറ്റൊരു പ്രവാചകനെ പോലെ അല്ല യേശു. ശക്തിയാലല്ല, സ്നേഹത്താലാണ് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ വന്ന ദൈവത്തിൻ്റെ ഏകപുത്രൻ. തൻ്റെ കഷ്ടപ്പാടിലൂടെയും മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും യേശു തൻ്റെ ദൗത്യം നിറവേറ്റി. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം? നാം അവനെ അറിയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണോ അതോ ഹൃദയം കൊണ്ടാണോ? അവനെ അറിയുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അവൻ നമ്മെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? യേശുവിനെ ക്രിസ്തുവായി അറിയുന്നതിലും അവനെ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവാക്കുന്നതിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ നാം വീണ്ടെടുക്കപ്പെട്ട ആളുകളായി പെരുമാറണം. അതായത്
എല്ലാത്തരം അടിമത്തത്തിൽ നിന്നും നാം മോചിപ്പിക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആക്കുകയാണെങ്കിൽ നാം ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാം ഈ സത്യത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.